പശ്ചിമേഷ്യയിലെ സ്ഥിതി വീണ്ടും അതീവ ഗുരുതരമായിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം ഓരോ ദിവസവും പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ഇതിനിടെ ലോക വ്യാപാരത്തിനും എണ്ണ വിതരണത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റി പുതിയ വിവാദവും ഉടലെടുത്തിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ അമേരിക്ക ഏറ്റെടുക്കണമെന്നും അവിടെ കടന്നുപോകുന്ന ചരക്കു കപ്പലുകളിൽ നിന്ന് 20% ഫീസ് ഈടാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ ഈ പ്രഖ്യാപനം ഇറാൻ ശക്തമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്കുപോരും സൈനിക നീക്കങ്ങളും കൂടുതൽ കടുപ്പത്തിലായിരിക്കുകയാണ്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും പിന്നീട് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലുമാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാനെതിരായ നാവിക ഉപരോധം വീണ്ടും നടപ്പാക്കുകയാണെന്നും ഇനി മുതൽ അമേരിക്കയെ ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷകരായി അറിയപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപിന്റെ വാക്കുകൾ പ്രകാരം ഈ കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എല്ലാ ചരക്ക് കപ്പലുകൾക്കും അമേരിക്ക സുരക്ഷ ഉറപ്പാക്കും. എന്നാൽ ആ സുരക്ഷ നൽകുന്നതിനുള്ള ചെലവ് തിരിച്ചു കിട്ടേണ്ടതിനാൽ കപ്പലുകളിൽ കൊണ്ടുപോകുന്ന ചരക്കുകളുടെ ആകെ മൂല്യത്തിന്റെ 20% ഫീസായി ഈടാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ അമേരിക്കയുടെ ഈ അവകാശവാദം ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും അതിനൊരു അടിസ്ഥാനമില്ല എന്നും ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയും നിയന്ത്രണവും തങ്ങളുടെ കൈകളിലാണെന്നും ഇറാന്റെ നിലപാട്. ഇറാന്റെ സംയുക്ത സൈനിക കമാൻഡായ ഖാദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ വക്താവ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ സായുധ സേനയുടെ അനുമതിയില്ലാതെ അമേരിക്കൻ സൈന്യം വാണിജ്യ കപ്പലുകളുടെയും എണ്ണ ടാങ്കറുകളുടെയോ സഞ്ചാരം തടയാൻ ശ്രമിച്ചാൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ സംഘർഷം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. തെക്കൻ ഇറാനിലെ പ്രധാന തീരപ്രദേശങ്ങളായ ബന്ദർ അബ്ബാസ്, ഖേഷം ദ്വീപ് എന്നിവിടങ്ങളിൽ അമേരിക്ക ശക്തമായ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഈ ആക്രമണങ്ങളിൽ നിരവധി സൈനിക കേന്ദ്രങ്ങളും തീരദേശ താവളങ്ങളും ലക്ഷ്യമിട്ടതാണെന്നാണ് വിവരം. അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ഇറാനും തിരിച്ചടിച്ചു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് നേരെ മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി രൂക്ഷമായി പ്രതികരിച്ചു. അമേരിക്കയല്ല, ഇറാനാണ് ഏറ്റവും ഹോർമൂസിന്റെ യഥാർത്ഥ കാവൽക്കാരനെന്ന് അദ്ദേഹം പറഞ്ഞു. ട്രംപിന്റെ ഫീസ് പ്രഖ്യാപനത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു അരഗ്ചിയുടെ പ്രതികരണം. ഹോർമൂസ് വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ നൽകുന്നവർക്ക് ഫീസ് ലഭിക്കേണ്ടതുണ്ടെന്ന കാര്യത്തിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആ സുരക്ഷ നൽകുന്നത് അമേരിക്കയല്ല, ഇറാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 20% ഫീസ് ഈടാക്കുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തെയും അദ്ദേഹം പരിഹസിച്ചു. അത്രയും വലിയ തുക ഈടാക്കുന്നത് വളരെ കൂടുതലാണെന്നും ഫീസ് ഈടാക്കേണ്ട സാഹചര്യം വന്നാൽ ഇറാന്റെ നിരക്ക് അതിലും ന്യായമായിരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ പരാമർശം സമൂഹ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ ശ്രദ്ധ നേടി. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിൽ ഒന്നാണ്. പശ്ചിമേഷ്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു പങ്ക് അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും ഈ കടലിടുക്ക് വഴിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏത് സംഘർഷവും ആഗോള എണ്ണവിലയെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും നേരിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പുതിയ ഏറ്റുമുട്ടൽ ലോകരാജ്യങ്ങളും വളരെ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്. എണ്ണ വിതരണം തടസ്സപ്പെടുകയോ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായോ ഭാഗികമായോ അടയ്ക്കപ്പെടുകയോ ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം ലോക സമ്പദ് വ്യവസ്ഥയിൽ വലുതായിരിക്കും. ഇതിനിടെ പശ്ചിമേഷ്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെയും ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക ഇറാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ ആക്രമണങ്ങളെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇരു രാജ്യങ്ങളും പരസ്പര ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ സുരക്ഷാ സ്ഥിതിയും കൂടുതൽ സങ്കീർണമായി മാറുകയാണ്. ഹോർമൂസ് കടലിടുക്കിലും സംഘർഷത്തിന്റെ പ്രതിഫലനം ഇതിനോടകം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ചില ചരക്കു കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. യുഎഇയുടെ ഒരു എണ്ണക്കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സംഭവം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആശങ്കയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം എത്രത്തോളം വ്യാപിക്കുമെന്നത് വ്യക്തമല്ല. എന്നാൽ ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ തർക്കം സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിനും സമുദ്ര വ്യാപാരത്തിനും നിർണായകമായ ഈ മേഖല സമാധാനം നിലനിർത്തുക എന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്ന തീരുമാനങ്ങളാണ് പശ്ചിമേഷ്യയുടെ ഭാവി സാഹചര്യം എങ്ങനെയായിരിക്കുമെന്ന് നിർണ്ണയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.